ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നൊരു വെജിറ്റബിൾ കുറുമയാണ് ഇവിടെ ചെയ്യാനായിട്ട് പോണത്. ഈ ഒരു കുറുമയിൽ ഞാൻ ഒരു തുള്ളി ഓയിൽ പോലും ഒഴിക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ വളരെയധികം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് കുറുമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. വലിയൊരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു കഷ്ണം സവാള കട്ട് ചെയ്തതും ചെറിയൊരു തക്കാളി കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 5-6 ബീൻസ് കട്ട് ചെയ്തതും കൂടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പച്ചമുളക് 2 കൂടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് നമ്മളുടെ ഈ ഒരു കുറുമയ്ക്ക് ഉണ്ടാവുക. ഇതിലേക്ക് പിന്നെ ഞാൻ വേറെ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണയൊക്കെ കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പച്ചപ്പട്ടാണിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/4 കപ്പ് പച്ചപ്പട്ടാണിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങിയിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസ് ആയിരുന്നു കേട്ടോ. അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് എടുത്തിട്ടുള്ളതാണ്. പച്ചയായിട്ട് കിട്ടുന്നതാണെങ്കിൽ അത് നമ്മൾ കുതിർത്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു കുക്കർ അടച്ചിട്ട് 2 വിസിൽ വരെയൊക്കെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ട് വരട്ടെ. ഇനി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. ഇതിലോട്ട് നമുക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തേങ്ങയുടെ അളവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കുറുമയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ 10 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയൊരു കഷ്ണം പട്ടയാണ് കേട്ടോ. ഈ ഒരു പട്ടയും ഏലക്കൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്കൊക്കെ വളരെ ചെറുതാണ്, വലുതൊക്കെ ആണെങ്കിൽ 1 മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ജീരകമാണ്, വലിയ ജീരകമല്ല, അതാണ്. ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ വേണം ഈ ഒരു തേങ്ങ നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ തേങ്ങ അതേ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രഷർ കുക്കർ 2 വിസിലിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കഷ്ണങ്ങൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ വെന്തുടഞ്ഞിട്ട് പോവേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്തിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മിക്സി ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു കുക്കറിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു കുറുമ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ കുറുക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കുറുമ ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ കുറുമ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ചിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇനി ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്കായിട്ട് മാറും. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുറുമയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെയും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്